നമസ്കാരം. ദ വ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് വേൾഡ് മലയാളി കൗൺസിൽ ബ്ലൂ എക്കണോമി ഫോറം ചെയർമാൻ നാണു വിശ്വനാഥനാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. നമസ്തേ. നമുക്കറിയാം, ഈ സമുദ്ര ദിനവുമായി ബന്ധപ്പെട്ട് ഇത്തവണത്തെ ഈ IMOയുടെ ഒരു മുദ്രാവാക്യം തന്നെ ഉണ്ട്. അതായത് അവർ ഓഷ്യൻ, അവർ ഒബ്ലിഗേഷൻ, അവർ ഫ്യൂച്ചർ എന്നാണ്. നമ്മൾ വേണ്ടത്ര വിധത്തിൽ ഈ സമുദ്രത്തെ കാണുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എല്ലാ വിഭവങ്ങളും നമുക്ക് എത്തുന്നത് സമുദ്രത്തിലൂടെയാണ്. സമുദ്രത്തെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്, പറഞ്ഞാൽ തീരില്ല. അപ്പോൾ അതിനെ എങ്ങനെ കാണാം താങ്കൾ ഈ ഒരു പദവിയിലിരിക്കുന്ന ആളെന്ന നിലയിൽ? തീർച്ചയായിട്ടും 2025 സെപ്റ്റംബർ 25 വ്യാഴാഴ്ച ലോക മാരിടൈം ദിനമായിട്ട് 47ാമത്തെ ലോക മാരിടൈം ദിനമായിട്ട് ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ ആഘോഷിക്കുകയാണ്. ഈ ആഘോഷവേളയിൽ ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ ലോകത്തോട് പറയുന്ന മെസ്സേജ്, അതായത് അവർ ഓഷ്യൻ, അവർ ഒബ്ലിഗേഷൻ, അവർ ഫ്യൂച്ചർ എന്നാണ്. അങ്ങനെ പറയാൻ കാരണം, ലോകം നമ്മുടെ പ്ലാനറ്റ് എന്ന് പരിശോധിച്ചാൽ നമ്മുടെ പ്ലാനറ്റിൻ്റെ 71% കടലാണ്, 97% കടൽ വെള്ളമാണ്. ലോക ചരക്ക് വ്യാപാരത്തിൻ്റെ 95% നടക്കുന്നതും കടലിൽ കൂടാണ്. മനുഷ്യനാവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളുടെ ജീവജാലങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ്റെ 50% നൽകുന്നത് കടലാണ്, അല്ലെ സമുദ്രങ്ങളാണ്. മനുഷ്യനാവശ്യമായിട്ടുള്ള ഒരു പരിധി വരെ പറഞ്ഞാൽ A to Z നൽകപ്പെടുന്ന ഏറ്റവും വലിയ റിസർവ് ബാങ്കാണ് ഓഷ്യൻ, അല്ലെങ്കിൽ സമുദ്രങ്ങൾ എന്ന് പറയുന്നത്. മത്സ്യം, ഫുഡ്, ട്രാൻസ്പോർട്ടേഷൻ, അങ്ങനെ വിവിധ സെക്ടറുകളായിട്ട് നമുക്ക് തരംതിരിക്കാം. ആ ഓഷ്യൻ നിലനിന്നാൽ മാത്രമേ ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റത്തുള്ളൂ. അത് ഓഷ്യൻ മാത്രമല്ല, ഓഷ്യനായാലും സമുദ്രമായാലും കരയായാലും തലച്ചോറും ഹൃദയവും മാതിരി ഇങ്ങനെ യോജിച്ച് കിടക്കുന്നതാണ്. അതിനെ പൊളൂട്ട് ചെയ്യാതെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന്, ഒരു സുസ്ഥിര വികസനത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നാം അതിനെ റെസ്പോൺസിബിളായിട്ട് ഉപയോഗിച്ചാൽ മാത്രമേ ഇനിയും വരുന്ന തലമുറയ്ക്കും അതുപോലെ ഈ പ്രകൃതിക്കും ഇവിടെ നിലനിൽക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തെ മനസ്സിലാക്കിക്കൊണ്ടാണ് IMO എന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ, അതായത് UN കീഴിൽ വരുന്ന, UN കീഴിൽ മൊത്തം 195 രാജ്യങ്ങളാണ് വരുന്നത്. ആ 195 രാജ്യങ്ങൾക്കകത്തിൽ 44 രാജ്യങ്ങൾക്ക് കടൽ ഇല്ല. അവരെ ലാൻഡ് ലോക്ക്ഡ് കൺട്രീസ് എന്നാണ് വിളിക്കപ്പെടുന്നത്. എന്നാൽ ഈ 195 രാജ്യങ്ങൾക്കും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ തലങ്ങും വിലങ്ങും കടലിൽ കൂടെ ഓടിയാണ് ഈ പറയുന്ന ഓരോ സ്ഥലത്തും ഓരോരുത്തരുടെയും കൈകളിൽ എത്തുന്നത്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ്റെ ഇമ്പോർട്ടൻസ് കടലിൽ എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കുക. നമ്മുടെ ചുറ്റുപാടും തന്നെ നമ്മൾ കാണുന്നതാണ് ഫിഷിംഗ്. നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് നാം ഉപയോഗിക്കുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട് നൽകപ്പെടുന്ന തൊഴിലവസരങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോൾഡ് സ്റ്റോറേജുകളും അങ്ങനെയൊക്കെ എടുത്താൽ എത്രമാത്രം വലിയ ഒരളവാണ്. കടലിനോട് ചേർന്ന് കിടക്കപ്പെടുന്ന നമ്മളുടെ ഏറ്റവും വലിയ റിസോഴ്സസാണ് ടൂറിസം. കോസ്റ്റൽ ടൂറിസം, അതിലൂടെ വരുന്ന കോസ്റ്റൽ എക്കോണമി എന്ന് പറയുന്നത് വളരെ വാസ്റ്റായിട്ടുള്ള മറ്റൊരു സബ്ജക്റ്റാണ്. നമ്മൾ കടലിൻ്റെ തീരത്താണ് പോർട്ടുകളും ഹാർബറുകളും വാർഫും ബർത്തും കണ്ടെയ്നർ ടെർമിനലും ഒക്കെ സാധാരണ നിർമ്മിക്കുന്നത്. ഷിപ്പിംഗ് ബിസിനസ്സിനകത്തിലേക്ക് അവ നൽകപ്പെടുന്ന ഒരു സംഭാവന, അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ നിലനിൽപ്പിന് അത് നൽകപ്പെടുന്ന സംഭാവന, ഒരു പക്ഷേ നമുക്ക് തോന്നുന്നു ഇപ്പോൾ ഈ വിഴിഞ്ഞം പോർട്ടൽ, അതോടൊപ്പം തന്നെ വല്ലാർപാടം കണ്ടെയ്നർ, ഇതിൻ്റെയൊക്കെ ഒരു പ്രസക്തി പോലും ഈ അടുത്ത കാലത്താണ് ഒരു ആളുകൾ അറിഞ്ഞു തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ഇതിന് ഇത്രയധികം പ്രാധാന്യമുണ്ട്, അല്ലെങ്കിൽ കടൽ വഴിയുള്ള വ്യവസായത്തിന്, അല്ലെങ്കിൽ കടൽ വഴി വരുന്ന പല വിഭവസമൃദ്ധമായ പല സംഭവങ്ങൾക്കുമൊക്കെ ഇത്രയധികം പ്രാധാന്യമുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കി തുടങ്ങിയത് തന്നെ ഈ അടുത്ത കാലത്ത്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ 47 വർഷമായിട്ട് ഇത് ആഘോഷിക്കുന്നെങ്കിൽ പോലും ഒരു 20 വർഷം ആയിട്ടേ ഉണ്ടാവൂ ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ട്. അതായത് ഇന്ത്യക്ക് വളരെ വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള അതിശക്തമായിട്ടുള്ള മാരിടൈം ചരിത്രമുള്ളൊരു നാടാണ്.
അതിശക്തമായ സമ്പന്ന വ്യവസ്ഥത ഉണ്ടായിരുന്ന രാജ്യമായിരുന്നു. അതുകൊണ്ടാണല്ലോ ഇവിടത്തേക്ക് റോമും അലക്സാണ്ട്രിയയിൽ നിന്നും ചൈനയിൽ നിന്നും ഇപ്പോൾ പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും ഒക്കെ ഇവിടെ വന്നിട്ടുള്ളതും ഈ കടൽ മുഖാന്തരമാണ് വന്നത്. ഇവിടുത്തെ റിസോഴ്സസുകൾ കൊണ്ടുപോകാൻ വേണ്ടിയായിരുന്നു. 1498 വാസ്കോഡ ഗാമ അതെ വാസ്കോഡി ഗാമ വരുന്നതും, അതായത് 1498 വാസ്കോഡി ഗാമ കോഴിക്കോട് എത്തുന്നതും, ലോത്തലിന്റെ ഗുജറാത്തിലെ ലോത്തലിന്റെ ചരിത്രവും ഈ പിന്നെ നമ്മുടെ മുസിരിസ് പട്ടണത്തിന്റെ ചരിത്രവും പിന്നെ കൊല്ലത്തിന്റെ ഒക്കെ ചരിത്രം നമ്മൾ നോക്കിയാൽ അതിശക്തമായ ഒരു മാരിടൈം ചരിത്രമുണ്ടായിരുന്ന ഒരു നാടായിരുന്നു നമ്മുടെ. പക്ഷെ ബ്രിട്ടീഷ് കോളനിവൽക്കരണത്തിന് ശേഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം നിർഭാഗ്യവശാൽ നമുക്ക് ആ സബ്ജക്റ്റ് വേണ്ട തരത്തിലേക്ക് ടേക്കപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റിയിട്ടില്ല. സ്കൂൾ ക്ലാസ്സുകളിലോ കോളേജുകളിലോ യൂണിവേഴ്സിറ്റികളിലോ ഇത് വളരെ മൈന്യൂട്ട് ശതമാനം മാത്രമുള്ള, വളരെ മിനിമം ശതമാനം മാത്രമുള്ള ഒരു വിദ്യാഭ്യാസമായിട്ട് മാറി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മുടെ സമൂഹത്തിനകത്തിലേക്ക് അത്തരത്തിലുള്ള അറിവ് കുറവായിരുന്നു. ഞാൻ ഓർക്കുകയാണ് ഈ ചോദ്യം ചോദിച്ചപ്പോൾ 30 വർഷത്തിന് മുമ്പേ, അതായത് ഞാൻ തിരുവനന്തപുരത്തും കേരളത്തിൻ്റെ പല ഭാഗങ്ങളും ബ്ലൂ എക്കോണമി എന്നും വിഴിഞ്ഞത്തിൻ്റെ സാധ്യതകളെക്കുറിച്ചും ഒക്കെ പറഞ്ഞ് ഓരോ ഓഫീസുകളിലും ചെല്ലുമ്പോൾ പലപ്പോഴും ഞാൻ ആ ഓഫീസിൻ്റെ പടിയിൽ നിന്നും താഴോക്ക് ഇറങ്ങുമ്പോൾ ഗോളം കണ്ണീന്ന് വീഴുന്ന തരത്തിൽ നല്ല അത്ര കണ്ണുനീരോടുകൂടിയാണ് പലപ്പോഴും ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അത് ഇപ്പോഴായാലും ശരി, അതിനകത്ത് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. കാരണം പലർക്കും ഈ പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ച് എന്താണ് ഈ പറയുന്ന മാരിടൈം എന്നോ ബ്ലൂ എക്കോണമി എന്നോ അവർ വളരെ ബുദ്ധിമാനും വളരെ കഴിവുള്ളവരും വളരെ ഉന്നത പോസ്റ്റിലിരിക്കുന്നവരാണ്. നിർഭാഗ്യവശാൽ അവരത് പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോട്ട് അവർക്ക് കാര്യമായിട്ടുള്ള ഒരു നോഹോ ഇതിനകത്തില്ല. അപ്പം അത് സാധാരണ മനുഷ്യന് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് അവരുടെ കുറ്റവുമല്ല. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും അതാണ് പറഞ്ഞത്, ഒരു 30 വർഷത്തിന് മുമ്പേ ഞാൻ ഗുണ്ടർ പോളി സാറ്, അതായത് UN അവതരിപ്പിക്കുന്നതാണ് ബ്ലൂ എക്കോണമിയെക്കുറിച്ച്. മനുഷ്യൻ ഓൾറെഡി അവൻ്റെ ഗ്രീഡിനും നീഡിനും വേണ്ടി ഓൾറെഡി നമ്മുടെ കരഭൂമിയെ നാം ഓവർ കൺസ്യൂംഡ് ആണെന്നും വളരെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി നാം കടലിലെ വിവിധ തരത്തിലുള്ള റിസോഴ്സുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മളും വരുന്ന തലമുറയും ഉപയോഗിക്കണമെന്നും അതിനുശേഷം വന്നിട്ടുള്ള ആ ചർച്ചകളുടെ ഭാഗമായിട്ട് ഇതിൻ്റെ ബ്ലൂ എക്കോണമിക്ക് വിവിധ സെക്ടറുകൾ തിരിച്ചു. മാരിടൈം ലോജിസ്റ്റിക്സ്, ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്, കോസ്റ്റൽ എക്കോണമിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്, ഫിഷറീസും അക്വാകൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടത്, നമുക്ക് എനർജി ഉപയോഗിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വിൻഡ് എനർജിയെക്കുറിച്ചിട്ടുള്ളതും അല്ലാതെ ടൈഡ് എനർജിയെക്കുറിച്ചിട്ടുള്ള കാര്യത്തിനകത്തിലും ബയോഡൈവേഴ്സിറ്റിയെക്കുറിച്ചിട്ടുള്ളതും ഇതൊക്കെ അതിനുശേഷം ബ്ലൂ എക്കോണമിയിലേക്ക് മുന്നോട്ട് വന്നു. ലോകങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഷിപ്പിംഗ് ആണ്. ലോകത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സെർവ് ചെയ്യുന്നത് ഷിപ്പിങ്ങിൽ കൂടിയാണ്. സംസ്കാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഷിപ്പിങ്ങിലാണ്. ഒരു മറ്റു സോഴ്സുകളുണ്ട് എങ്കിൽ പോലും ഏറ്റവും പ്രധാനമായിട്ട് യുദ്ധത്തിലൊക്കെ മുഖ്യ പങ്ക് വഹിക്കുന്നത് കടലാണ്. തീർച്ചയായിട്ടും. ഇപ്പൊ തന്നെ നമ്മള് പിന്നെ സൈനിക ആസ്ഥാനങ്ങള്, നേവി, ഇപ്പൊ ഇന്ത്യ തന്നെ എന്ന് പറഞ്ഞാൽ ഹോർമൂസ് കടലിടുക്കിലും മറ്റ് മലാക്ക സ്ട്രേറ്റിലും ഒക്കെ നമ്മളുടെ റിലേഷൻഷിപ്പ് നാം ബിൽഡപ്പ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സെക്യൂരിറ്റി നാം ബിൽഡപ്പ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. കോഡ് റിലേഷൻഷിപ്പ് ഇന്ത്യ, ജപ്പാൻ, ഓസ്ട്രേലിയ, അമേരിക്ക, അതായത് നമ്മൾ കടലിനകത്തിലേക്ക് നമ്മുടെ സുരക്ഷിതമായിട്ട് ബന്ധപ്പെട്ടുള്ള, സാഗർ സുരക്ഷയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, അത് പോർട്ടുകളുടെ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ടുള്ള, അപ്പം ഏത് അർത്ഥത്തിൽ നമ്മൾ എടുത്താലും അത് തരുന്ന മെഡിസിൻ, മറ്റ് പിന്നെ തരത്തിലുള്ള ഫുഡിനകത്തിൽ വരുന്ന മറ്റ് റിസോഴ്സസുകൾ, പിന്നെ ഈ പറയുന്ന കടലിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മിനറൽസ് ആൻഡ് മെറ്റൽസ്, അത് ഞാൻ പറഞ്ഞില്ലേ, ഈ ലോകത്തെ റിസോഴ്സുകളുടെ വറ്റാത്ത ഒരു പിന്നെ റിസർവ് ബാങ്ക് അല്ലെങ്കിൽ അക്ഷയപാത്രം എന്നൊക്കെ നമ്മൾ പറയുന്ന വാക്ക് എന്താണ് എന്ന് ചോദിച്ചാൽ അത് കടൽ അല്ലെ ഓഷ്യനാണ്. പക്ഷെ അതിന് IMO നൽകുന്ന മെസ്സേജ് എന്താണ്? അവർ ഓഷ്യൻ, അവർ ഒബ്ലിഗേഷൻ. നമുക്ക് ആ ഓഷ്യനെ ഉപയോഗിക്കുമ്പോൾ അമ്മയുടെ മുലപ്പാൽ കുടിച്ച് നമുക്ക് വളരാനും അല്ലെങ്കിൽ അമ്മയിൽ കൂടെ നമുക്ക് വളരാൻ അവകാശമുണ്ട്. അമ്മയെ ബുദ്ധിമുട്ടിപ്പിക്കരുത്, അല്ലെങ്കിൽ അതിനെ മോശപ്പെടുത്തി കളയരുത്. അതേ തരത്തിൽ തന്നെ നാം ഈ ഒബ്ലിഗേഷനും റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. നമ്മൾ കാണുന്നില്ലേ, കടലിലേക്ക് കരയിലെ വേസ്റ്റ് കൊണ്ട് തളയാനുള്ള ഒരു ഗാർബേജായിട്ട് നാം അതിനെ ഉപയോഗിക്കുന്നു. പറഞ്ഞു മനസ്സിലായി? കടലിൽ കൂടെ പോകുന്ന കപ്പലുകൾക്കകത്തിൽ നിന്നും പുറത്തേക്ക് ഒരു ക്രമത്തിലധികം കാർബൺ എമിഷനോ സൾഫർ എമിഷനോ വന്നാൽ ഈ ആവാസ വ്യവസ്ഥയെ അത് തകർത്ത് കളയും. നമ്മളെ സംബന്ധിച്ചിടത്തോളം
നമ്മൾ ഡ്രഡ്ജിങ് നടത്തുമ്പോഴും പോർട്ട് നിർമ്മാണം നടത്തുമ്പോഴും മറ്റ് അതായത് ഐലൻഡുകൾ നിർമ്മിക്കുമ്പോഴും കോസ്റ്റൽ തലങ്ങളെയൊക്കെ നാം എടുക്കുമ്പോൾ ആ ആവാസ വ്യവസ്ഥയെ നമ്മൾ തകർക്കാതെ നമ്മൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അപ്പം കടലിൻ്റെ ഓരോ പോയിന്റുകളും അല്ലെങ്കിൽ ഓഷ്യൻ്റെ ഓരോ പോയിന്റും നാം ഉപയോഗിക്കുമ്പോൾ അത് നമ്മൾക്ക് തരുന്ന റിസോഴ്സിനോട് നന്ദി പറഞ്ഞുകൊണ്ട് അതിനെ അധികമായി വേദനിപ്പിക്കുകയോ മുറിവേൽപ്പിക്കുകയോ ചെയ്യാതെ അത് ഈ പ്രപഞ്ചം നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ അത്രയും നിലനിൽക്കണം എന്ന ഉത്തരവാദിത്വ ബോധത്തോടു കൂടി UN പ്ലാൻ ചെയ്തിരിക്കുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ ഗോളിനെ കൂടെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ബ്ലൂ എക്കോണമി. അതുകൊണ്ട് തന്നെയാണ് ഈ മീൻപിടുത്തത്തിനൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തുമല്ലോ, കുറേ അതിൻ്റെ ആവാസ വ്യവസ്ഥ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് മീൻപിടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തുന്നു, അങ്ങനെയൊക്കെ ഒരുപാട്. തീർച്ചയായിട്ടും. അതായത് ഈ ബ്ലൂ എക്കോണമി നിരവധി സബ്ജക്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതിന് വിവിധ സെക്ടേഴ്സുകളുണ്ട്. അപ്പോൾ ആ സെക്ടേഴ്സിനകത്തിൽ ഞാൻ പറഞ്ഞില്ലയോ, അതിലെ ഒരു സെക്ടറാണ് ഈ പറയുന്ന മാരിടൈം ട്രേഡ് എന്ന് പറയുന്നത്. അത് ഓരോ ട്രേഡ് നമുക്കറിയാമല്ലോ, നമ്മുടെ കരഭൂമി തന്നെ നമ്മുടെ ജീവിതാവശ്യത്തിനും നിത്യാവശ്യത്തിനും ഉപയോഗിക്കുമ്പോൾ അതിനകത്തിൽ പലതരത്തിലുള്ള പൊള്യൂഷൻ. അപ്പം അതേ തരത്തിൽ പിന്നെ കടലിൽ തന്നെ ഇപ്പം കടലിലേക്ക് ഈ പറയുന്ന പൊള്യൂഷൻ നമ്മൾ ഷിപ്പ് മുഖാന്തരം ഉണ്ടാകുന്ന പൊള്യൂഷൻ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് IMO മാർപോൾ എന്ന് പറയുന്നത്, മറൈൻ പൊള്യൂഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള കാര്യത്തിൽ. അപ്പം ഈ IMO എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ലോകത്ത് ഈ കടലിന് ഒരു ഗവേണൻസ് ഉണ്ട്, ഒരു ഭരണം എന്ന് പറയുന്നതുണ്ട്. മനസ്സിലായി? ആ ഭരണം UN കീഴിലാണ്, യുണൈറ്റഡ് നാഷൻ്റെ കീഴിലാണ്. ആ യുണൈറ്റഡ് നാഷൻ്റെ കീഴിലുള്ള ഭരണത്തിനകത്തിലെ ആദ്യഘട്ടത്തിനകത്തിലെ 1948 അന്ന് IMO എന്നുള്ള പേരിലല്ല, ഇന്റർ ഗവൺമെൻറ്റായിട്ടുള്ള തരത്തിലേക്കുള്ള ഒരു ഓർഗനൈസേഷനായിട്ടാണ് ഉണ്ടാകുന്നത്. അത് പിന്നീട് പല ഓർഗനൈസേഷനുകൾ എല്ലാം കൺസോൾഡേറ്റ് ചെയ്തുകൊണ്ട് 1978 ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ എന്ന് ലണ്ടൻ ആസ്ഥാനമാക്കി ഓർഗനൈസ് ചെയ്തു. ആ ഓർഗനൈസ് ചെയ്തത് തൊട്ട് ഇപ്പോഴെടുക്കുമ്പോഴാണ് 47ാമത്തെ വർഷമാകുന്നത്. ഓരോ വർഷവും കടലിനെ നാം എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, കടലിൻ്റെ എൻവയോൺമെൻറ്റ്, സെക്യൂരിറ്റി, സേഫ്റ്റി, കടലിനെ ഉപയോഗിച്ചുകൊണ്ട് സസ്റ്റൈനബിളായിട്ട് നാം എങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ളതിനകത്തിലെ കാലത്തിന് ആവശ്യമായിട്ടുള്ള ദ നീഡ് ഓഫ് ദ അവറായിട്ടാണ് IMO ഓരോ തരത്തിലുമുള്ള ഓരോ വർഷവും അതിനാവശ്യമായ സ്ലോഗനും അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി UN കീഴിൽ വിവിധ ട്രീറ്റികൾ, അതായത് ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിലെ ഒരു നിയമസഭയിൽ പാർലമെൻറ്റിലോ പാസ്സാക്കുന്ന മാതിരി നിയമമല്ല. ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം പല രാജ്യങ്ങൾ ഒന്നിച്ചിരുന്നു കൊണ്ട് കൺവെൻഷനിൽ കൂടെയാണ് ഈ പറയുന്ന കടലിനെ നിയന്ത്രിക്കുന്ന, കടലിൻ്റെ പ്രവർത്തനങ്ങൾക്കകത്തിൽ വരുന്ന കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന ഓരോ വിഷയം കൂടെ. പക്ഷേ അതിലിപ്പോൾ ഒരു പ്രത്യേകത വന്നിരിക്കുന്നത്, നമുക്ക് ഈ സാങ്കേതിക വിദ്യ ഒരുപാട് വളർന്നതുകൊണ്ട് ഇപ്പോൾ നമുക്ക് കടലിനുള്ളിൽ ക്യാമറ, അതായത് വെള്ളം നനയാകുന്ന ക്യാമറകളുണ്ട്, അത് നനഞ്ഞാലും കുഴപ്പമുണ്ടാകത്ത. അപ്പോൾ അത്തരത്തിലുള്ള സാങ്കേതിക വിദ്യ വളർന്നുകൊണ്ട് നമുക്ക് കുറേയേറെ അത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടെത്താനും ഇപ്പോൾ കഴിയില്ലേ? അത് പറ്റും. അതായത് ഓരോ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിവിധ കൺവെൻഷൻ, ഫോർ എക്സാമ്പിൾ UN ഒരു കൺവെൻഷനാണ് UNCLOS, യുണൈറ്റഡ് നാഷൻ കൺവെൻഷൻ ഓഫ് ദ ലോ ഓഫ് ദ സീ, കടലിനെ എങ്ങനെ മാനേജ് ചെയ്യണം. സോളാസ് മറ്റൊരു സേഫ്റ്റി ഓഫ് ലോ അറ്റ് സീ, കടലിനകത്തുള്ള ആൾക്കാരുടെ ഇതിനെക്കുറിച്ചുള്ള. അതുപോലെ ഇന്റർനാഷണൽ സീ ബെഡ് അതോറിറ്റി, അതായത് ഒരു കടലിൻ്റെ അതിൻ്റെ ബേസ് ലൈൻ തൊട്ട് 200 നോട്ടിക്കൽ മൈൽ കഴിഞ്ഞാൽ പിന്നെ ഓപ്പൺ സീ അല്ലെങ്കിൽ ഹൈ സീ ആണ്. ഈ ഓപ്പൺ സീ അല്ലെങ്കിൽ ഹൈ സീ എന്ന് പറയുന്നത് ലോകത്തിന് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അപ്പോൾ ആ ഇൻ്റർനാഷണൽ സീ വാട്ടറിനെ നിങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കണം, അതുമായിട്ട് ബന്ധപ്പെട്ട് കടൽ നമ്മൾ നോക്കുമല്ലോ. ഈ 95% ട്രേഡും അല്ലെ 90% ഉപരിയായിട്ട് വരുന്ന ട്രേഡും ടൂറിസം എല്ലാം കടൽ മുഖാന്തരം നടക്കുമ്പോൾ എന്തുമാത്രം സീഫേഴ്സ് കാണും അവരുടെ. അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള STCW എന്ന് പറയുന്ന അവരുടെ സീഫേഴ്സിൻ്റെ ട്രെയിനിങ്ങും സർട്ടിഫിക്കേഷനും മറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വേറെ കൺവെൻഷൻ. സാധനങ്ങൾ കടലിൽ കൂടെ കൊണ്ടുപോകുമ്പോൾ ഷിപ്പെ കൊണ്ടുപോകുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാരേജ് ഓഫ് ഗുഡ്സ് ബൈ സീ ആക്ട്, ഫിഷിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തലത്തിലേക്കുള്ള ഫിഷിംഗ് എങ്ങനെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ റീസെൻ്റായിട്ട് നമ്മൾ ഹോങ്കോങ് കൺവെൻഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഷിപ്പ് റീസൈക്കിളുമായിട്ട് ചെയ്യപ്പെടുന്നത് എങ്ങനെയായിരിക്കും.
അതുപോലെ ഈ ഷിപ്പിൽ പോകുന്ന സീഫേഴ്സുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ റെമ്യൂണറേഷനും മറ്റവരുടെ ആവശ്യങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അന്താരാഷ്ട്ര തലത്തിൽ നിയമിക്കേണ്ട മാരിടൈം ലേബർ കൺവെൻഷൻ. ഇപ്പം റീസെൻ്റ് തന്നെ അങ്ങനെ കൺവെൻഷൻസ് ധാരാളമുണ്ട്. ഈ പറയുന്നത് ഞങ്ങൾ മാരിടൈം ലോയേഴ്സ് എന്ന തലത്തിൽ ഈ കൺവെൻഷൻസ് എല്ലാം ഞങ്ങളുടെ സബ്ജക്റ്റാണ്. അപ്പോൾ അതൊരുപാടുണ്ട്. ഇപ്പം തന്നെ റീസെൻ്റ് ഇന്ത്യ ഗവൺമെൻറ് മർച്ചൻറ്റ് ഷിപ്പിംഗ് ആക്ട് പാസ്സാക്കി. കോസ്റ്റൽ ഷിപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറ്റി, ബിൽ ഓഫ് ലാഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിട്ട് കാരേജ് ഓഫ് ഗുഡ്സ് ബൈ സീ ആക്ട്. അപ്പം അങ്ങനെ നിയമങ്ങളും നമ്മൾ വിചാരിക്കുന്നത് കരയിൽ നാം എന്തെല്ലാം കാര്യത്തിനകത്തിലേക്ക് നിയമങ്ങളുണ്ടോ അതേ തരത്തിലുള്ള നിയമങ്ങൾ അത് ട്രീറ്റിയായിട്ടും കോൺട്രാക്റ്റായിട്ടും നമ്മൾ അതിനകത്തിലേക്ക് മെമ്പർ ആവുമ്പോൾ മെമ്പർ കൺട്രി ആവും. ഇപ്പോൾ ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷനിൽ 175 മെമ്പർ കൺട്രീസ് ഉണ്ട്, 175 രാജ്യങ്ങളുണ്ട്. ഒപ്പം അതിനോട് കൂടി അഡീഷണലായിട്ട് അസോസിയേറ്റ് മെമ്പേഴ്സായിട്ട് 3 രാജ്യങ്ങളുമുണ്ട്. ഈ പറയുന്ന പല US ചില കാര്യത്തിൽ വിട്ടു നിൽക്കുന്നുണ്ട്. പക്ഷേ ലോകത്ത് ഷിപ്പിംഗ് എങ്ങനെ മുന്നോട്ട് പോകുന്നു, കടൽ എങ്ങനെ പോകുന്നു എന്നുള്ളത് ഈ ട്രീറ്റികളെയും ഈ കൺവെൻഷനുകളെയും ഒക്കെ അടിസ്ഥാനമാക്കിയാണ്. അതിൻ്റെ ചൂട് പിടിച്ചുകൊണ്ടാണ് ഓരോ രാജ്യങ്ങളും അവരവരുടെ നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. ഇതിനകത്തിൽ കടലുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഈ കടലിൻ്റെ തീരം എന്ന് അങ്ങനല്ല ബേസ് ലൈൻ എന്ന് പറയുന്ന ഒരു ലീഗൽ പോയിന്റിൽ വരുമ്പോൾ മറ്റു തരത്തിലേക്ക് എങ്കിലും അതിനെ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയില്ല. അതിൽ നിന്നും ഒരു 12 നോട്ടിക്കൽ മൈൽ, 24 നോട്ടിക്കൽ മൈൽ, 200 നോട്ടിക്കൽ മൈൽ, 12 നോട്ടിക്കൽ മൈൽ ആ രാജ്യത്തിൻ്റെ സ്വത്താണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ്. നമ്മുടെ 24 മണിക്കൂർ കഴിഞ്ഞിട്ട് 200 നോട്ടിക്കൽ മൈൽ വരെയും അവിടുത്തെ റിസോഴ്സസ് ഒക്കെ നമുക്ക് എടുക്കാം. നമ്മൾക്ക് എന്നുവെച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് എല്ലാവർക്കും അതുവഴി കടന്നു പോവുകയൊക്കെ ചെയ്യാം. പക്ഷെ അതുവരെയുള്ള അവിടുത്തെ 200 നോട്ടിക്കൽ മൈൽ വരെയുള്ള റിസോഴ്സസ് അങ്ങനെ മാരിടൈം ജൂറിസെക്ഷൻ, കടലിന് ജൂറിസെക്ഷനും ഒക്കെ ഇതിനകത്തിലുണ്ട്. അപ്പോൾ ഇതിൽ ഈ പറഞ്ഞതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നപ്പോൾ അങ്ങ് സൂചിപ്പിച്ചപ്പോഴാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ വിചാരിക്കുന്നു കുറച്ച് മത്സ്യം കിട്ടുന്നു, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് വിദേശ രാജ്യങ്ങളിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരുന്നു എന്നതിനപ്പുറം ഇതിൽ ഇത്രയധികം ഇതിൻ്റെ നിയമങ്ങൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് എടുക്കേണ്ട, ഇപ്പം നമുക്ക് കരഭൂമി പോലെ ഇതിനും അത്രയധികം വിശാലമായ ഒന്നുണ്ട് എന്നുള്ളത്. പക്ഷേ പലപ്പോഴും ഈ പറഞ്ഞ സർക്കാരുകളൊക്കെ ഇക്കാര്യത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ അതിനെ എങ്ങനെ നോക്കിക്കാണാം? ഇപ്പോൾ സർക്കാർ ഇത് 2 തരത്തിലേക്കാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. ഒന്ന്, അതായത് ഇത് കൺകറൻറ്റ് ലിസ്റ്റിൽ വരുന്നതാണ്. പോർട്ടും ഷിപ്പിങ്ങും ഒക്കെയുള്ള അതിനകത്തിൽ വരുന്നത് കൺകറൻറ്റ് ലിസ്റ്റിനകത്തിൽ വരുന്നതാണ്. അപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൊച്ചി, നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്തുള്ളൊരു പോർട്ടുണ്ട്. കൊച്ചി ഒരു പോർട്ടുണ്ട്, കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് കീഴിൽ. അതൊരു മേജർ പോർട്ടാണ്, കേന്ദ്ര ഗവൺമെൻറ് കീഴിൽ വരുന്നതാണ്. അത് ഇന്ത്യൻ പോർട്ട് ട്രസ്റ്റ് ആക്ട് അനുസരിച്ച് സ്റ്റേറ്റിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ചെറിയ ചെറിയ പോർട്ടുകളുണ്ട്. അതിനെ നോൺ മേജർ പോർട്ടുകൾ എന്നാണ് വിളിക്കുന്നത്. ആ നോൺ മേജർ തുറമുഖം എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് കീഴിൽ വരുന്നതാണ്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റിനും ഇതിനകത്തിലേക്ക് ഒരേ തരത്തിലേക്കുള്ള റോളുണ്ട്. പിന്നെ പലപ്പോഴും പറയുന്ന മാതിരി ഇന്ത്യ മുന്നോട്ട് പോകാൻ വേണ്ടി വികസിത ഇന്ത്യ എന്ന കാഴ്ചപ്പാടിലേക്ക് ഇന്ത്യ ഏറ്റവും മുറുകി പിടിക്കുന്ന, അല്ലെങ്കിൽ കേരളം സുസ്ഥിര വികസനത്തിന് ഏറ്റവും മുറുകി പിടിക്കുന്ന സബ്ജക്റ്റ് മാരിടൈമും ബ്ലൂ എക്കോണമിയാണ്. കാരണം കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റിസോഴ്സസാണ് വിഴിഞ്ഞം, കൊച്ചി അല്ലെ വല്ലാർപാടം, മറ്റ് നമ്മുടെ കോസ്റ്റൽ ഏരിയ എല്ലാം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതേ തരത്തിൽ 10,000-ഓളം കിലോമീറ്ററിന് ഉപരിയായിട്ടുള്ള കോസ്റ്റൽ ലൈനുണ്ട്, 10-12ഓളം വലിയ പോർട്ടുകളുണ്ട്. ലോകത്തിന് ആവശ്യമായിട്ടുള്ള കാർഗോ സപ്ലൈ ചെയ്യത്തക്ക തരത്തിലേക്കും ആണ് ഇന്ത്യ ഇപ്പോൾ സപ്ലൈ ചെയിനും ബ്ലൂ എക്കോണമിയും ലോജിസ്റ്റിക്സ് പോളിസിയും എല്ലാം പ്ലാൻ ചെയ്യുന്നത്. ഒന്നാം തരം പോളിസികളാണ് ഇന്ത്യയുടെ മാരിടൈം സെക്ടറിനകത്തുള്ളത്. ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ന്യൂനത എന്ന് പറയുന്നത്, ഒന്ന് പറഞ്ഞത് മാതിരി നമുക്കൊത്തിരി എഴുതി വച്ചിരിക്കുന്ന ഫിലോസഫികളും അല്ലെ പ്ലാനുകളും പദ്ധതികളും എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് ചാറ്റ് GPT-യിലും ഗൂഗിളിലും ഒക്കെ ഇൻഫർമേഷൻസിനകത്ത് നമുക്കൊരു കുറവുമില്ല. പക്ഷേ നിർഭാഗ്യവശാൽ ഇത് ഗ്രാമം തൊട്ട് നമ്മുടെ ഭരണകൂടത്തിൻ്റെ മേളിലറ്റം വരെയും ഈ മേഖലയിൽ പ്രവർത്തിച്ച് പരിചയമുള്ള, ഈ മേഖല എന്താണെന്നുള്ള തരത്തിലേക്കുള്ള കൃത്യമായ അവബോധമുള്ളവരുടെ കുറവ് ഭയങ്കര കൂടുതലാണ്.
പിന്നെ രണ്ടാമതായിട്ട് ഇപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ ജേർണലിസം മേഖലയിൽ തന്നെ എത്ര പേരുണ്ട്, അല്ലെ നിയമരംഗത്ത് എത്ര പേരുണ്ട്. ഈ പറയുന്ന ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുക. ബ്ലൂ എക്കോണമി എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്ന സമയത്ത് പലപ്പോഴും ചെല്ലുമ്പോൾ ആൾക്കാർ യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും ഒക്കെ ക്ലാസ് എടുക്കാൻ ചെല്ലുമ്പോൾ എന്നോട് ചോദിക്കും, സാർ എന്താണ് ഈ ബ്ലൂ എക്കോണമി? കഴിഞ്ഞ ദിവസം ഒരു കോൺക്ലേവിനകത്തിൽ ഞാൻ പോയപ്പോഴും എന്നോട് പലരും ചോദിച്ച ഒരു ചോദ്യമാണ്. അതിനകത്ത് കോളേജ് അധ്യാപകരും മറ്റു വളരെ എമിനൻ്റ് പേഴ്സണാലിറ്റീസ് ഒക്കെ അവരുണ്ടായിരുന്നു. കാരണം ഈ ബ്ലൂ എക്കോണമി എന്ന് പറയുമ്പോൾ ആൾക്കാർ ആദ്യം ഓർക്കുന്ന ഒരു പേര്, എൻ്റെ പേര് ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട്. അപ്പോൾ ഈ പറയുന്ന പലരും അങ്ങനെ ചോദ്യം ഇതിനകത്തിലേക്ക് വന്നു. ഇവിടെ ഞാൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോടായാലും ഇന്ത്യ ഗവൺമെൻറ്റിനോട് ആയാലും ആവശ്യപ്പെടുക എന്ന് പറയുന്നത്, എൻ്റെ അപേക്ഷ എന്ന് പറയുന്നത്, ഈ മേഖലയിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ഒരു അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്ന ഒരു കാര്യം. നേരത്തെ ഞാനിതൊരു ഏഷ്യാനെറ്റിൻ്റെ ഇൻ്റർവ്യൂവിനകത്തിലും പറഞ്ഞിട്ടുണ്ട്, പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്ര വലിയ ഒരു സബ്ജക്റ്റാണ് കൈകാര്യം ചെയ്യപ്പെടേണ്ടത്. മാരിടൈം ട്രേഡും ബ്ലൂ എക്കോണമിയും ഓഷ്യനും എല്ലാം ഒരു ഇന്ത്യ എന്ന് പറയുന്ന ഒരു ജൂറിസ്ഡിക്ഷനിൽ മാത്രം നിൽക്കുന്നതല്ല. അതിൻ്റെ ജൂറിസ്ഡിക്ഷൻ ഈ ഗ്ലോബാണ്. 7 ഭൂഖണ്ഡം, 5 മഹാസമുദ്രങ്ങൾ, 29 വരുന്ന കരഭൂമി, ആകാശം, ഇത്രയും കൂടെ കയറുന്ന ഒരു വലിയ സബ്ജക്റ്റാണ്. ഭൂഗോളത്തിൻ്റെ സ്പന്ദനത്തിലേക്ക് മാറുകയാണ് ബ്ലൂ എക്കോണമിയും മാരിടൈം ട്രേഡും എക്സ്പോർട്ട് ഇമ്പോർട്ടും ലോജിസ്റ്റിക്സും ബ്ലൂ എക്കോണമിയുടെ മൾട്ടിപ്പിൾ തലവും എല്ലാം. അവിടെ വ്യത്യസ്ത ട്രേഡ് പോളിസികൾ, വ്യത്യസ്ത കസ്റ്റംസ്, വ്യത്യസ്ത കറൻസി, വ്യത്യസ്തമായിട്ടുള്ള കൾച്ചർ, ഇതിനെയെല്ലാം കൺസോൾഡേറ്റ് ചെയ്തുകൊണ്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി. അതിന് ഒരു കേവലം വിദ്യാഭ്യാസം പോരാ. അല്ലെങ്കിൽ അതിനൊരു കേവലം അതായത് തരത്തിലേക്കുള്ള ഒരു ഗവൺമെൻറ് ഒഫീഷ്യൽസ് പോരാ. അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റ് തരത്തിൽ ഇന്ത്യൻ ജൂറിസ്ഡിക്ഷനകത്തിൽ നിൽക്കപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മളുടെ ഏറ്റവും വലിയ സർവീസ് എന്ന് പറഞ്ഞാൽ സിവിൽ സർവീസ് കൊണ്ട് മാത്രമായിട്ട് നമുക്ക് പോരാ. അതിൻ്റെ അർത്ഥം അവർ മോശമോ അല്ലെങ്കിൽ അങ്ങനെ അല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ഇത് ഇത്ര വാസ്റ്റ് സബ്ജക്റ്റ് ആയതുകൊണ്ട് ഇതിനകത്തിലേക്ക് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടീം, അത് ഫോറിൻ ട്രേഡ് പോളിസി അറിയണം, കസ്റ്റംസിനെ കുറിച്ച് അറിയണം, ഓഷ്യനെ കുറിച്ച് അറിയണം, മാരിടൈമിനെ കുറിച്ച് അറിയണം, ഇൻഷുറൻസിനെ കുറിച്ച് അറിയണം, മാരിടൈമിനെ കുറിച്ച് അറിയണം, ഷിപ്പ് റിപ്പയറിംഗ് അറിയണം, ഷിപ്പ് നിർമ്മാണത്തെക്കുറിച്ച് അറിയണം, ഷിപ്പ് ഡിസൈനെ കുറിച്ചിട്ട് അറിയണം, P&A ക്ലബിനെ കുറിച്ചിട്ട് അറിയണം, ആർബിട്രേഷനെ കുറിച്ചിട്ട് അറിയണം, ഈ ഇൻ്റർനാഷണൽ ട്രീറ്റികളെ കുറിച്ചിടണം, IMOയെ കുറിച്ചിട്ട് അറിയണം, അതിൻ്റെ ജൂറിസ്ഡിക്ഷൻ മീൻസ് അങ്ങനെയുള്ള അത്ര വാസ്റ്റ് സബ്ജക്റ്റാണ്. അതിനുവേണ്ടി ഇന്ത്യ ഇനിയും താമസിക്കാതെ, ഇന്ത്യ സാഗർമാല നിർമ്മാണത്തിലേക്ക് വന്നിട്ടുണ്ട്, ഭാരത്മാല വന്ന് ലോജിസ്റ്റിക്സ് പോളിസിയിലേക്ക് വരുന്നുണ്ട്, കേരളം വിവിധ തരത്തിലേക്ക് വരുന്നുണ്ട്, വിഴിഞ്ഞം വരുന്നുണ്ട്, ഒക്കെയുണ്ട്. ഇത് മാനേജ് ചെയ്യാൻ, ഇതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ചെയ്യാൻ ഈ മേഖലയിൽ ശരിക്കും ആൾക്കാരെ വാർത്തെടുക്കണം. അതിനുവേണ്ടി ഇന്ത്യൻ മാരിടൈം സർവീസ് തുടങ്ങണം. കേരള മാരിടൈം സർവീസ് തുടങ്ങണം. നമ്മൾ IAS IPS IRS എന്നൊക്കെ പറയുന്ന മാതിരി ഈ ലോകം മൊത്തം മാനേജ് ചെയ്യേണ്ട IMS എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ മാരിടൈം സർവീസ് നാം ഇപ്പോൾ തുടങ്ങിയില്ല എങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതി, കേരളം ഇനി മുന്നോട്ട് പോകുന്നതിൻ്റെ എൻജിൻ എന്ന് പറയുന്ന തരത്തിലേക്കാണ് നാം മാരിടൈമിനെയും വിഴിഞ്ഞത്തെയും അല്ലെങ്കിൽ നമ്മുടെ ടൂറിസത്തെയും കോസ്റ്റൽ എക്കോണമിയൊക്കെ കാണുന്നത്. അത്ര വലിയൊരു സബ്ജക്റ്റാണ് ടൂറിസം. എല്ലാം ഇതിൻ്റെ കൂടെ അത്ര ബ്ലണ്ടറാ. ലോക ടൂറിസത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് ഇന്ത്യൻ മാരിടൈം സർവീസ്, കേരള മാരിടൈം സർവീസ് ഇത് തുടങ്ങുക. എക്സ്പെർട്ടൈസ്ഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഉള്ള ആൾക്കാർ ഈ മേഖല കൈകാര്യം ചെയ്യുക അല്ല എങ്കിൽ, പുസ്തക നോളജിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ചെയ്യുകയാണെങ്കിൽ, ഞാൻ ഈ വേൾഡ് മാരിടൈം ഡേയിൽ പറയട്ടെ, നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എടുക്കാൻ ഒരുപാട് സമയമെടുക്കും. ഒപ്പം തന്നെ ഈ വേൾഡ് മാരിടൈം ഡേയിൽ ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത്, സ്കൂൾ, കോളേജ്, യൂണിവേഴ്സിറ്റി തലത്തിൽ കൃത്യമായിട്ട് മാരിടൈം എന്താണ്, ബ്ലൂ എക്കോണമി എന്താണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് വരും തലമുറയുടെ നിലനിൽപ്പിൻ്റെയും വരും തലമുറയുടെയും ജോലിയുടെയും ബിസിനസ്സിൻ്റെയും ലീഗൽ പ്രൊഫഷൻ്റെയും മറ്റ് ജേണൽ പ്രൊഫഷണത്തിൻ്റെയും ലോകത്തിൻ്റെ സ്പന്ദനമായി മാറുന്ന സബ്ജക്റ്റ് എന്ന നിലയ്ക്ക് ഇതൊരു സ്കൂൾ തൊട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം. ഇപ്പോൾ നമുക്കിനി നമ്മുടെ ഗവൺമെൻറ് ഓഫീഷ്യൽസും ഓരോ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിനും പ്രത്യേകം അവരവർക്ക് ആവശ്യമായിട്ടുള്ള ഓവർവ്യൂവും പ്രത്യേക ട്രെയിനിങ്ങും ഇതിനകത്ത് കൊടുക്കണം.
ഗൂഗിളും ചാറ്റ് GPT യൂട്യൂബും ഒന്നും വെച്ചുകൊണ്ട് മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടു ഡിഫിക്കൽട്ട്. അല്ല, ഈ ഞാൻ പറഞ്ഞപ്പോൾ ന്യൂജൻ അവർക്കാണിത് കൂടുതൽ അറിയേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിലൊരു ക്യാമ്പയിൻ പോലെ എന്തൊക്കെ പദ്ധതികൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്? ഇപ്പോൾ ഈ ഇൻസ്റ്റ, യൂട്യൂബ്, ഫേസ്ബുക്ക്, വാട്സാപ്പ് അടക്കം അതിലൊക്കെയാണല്ലോ ഇപ്പോൾ ന്യൂജൻ കൂടുതലും അതിലേക്കൊക്കെയാണല്ലോ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത്തരത്തിൽ ഈ സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പ്രവർത്തനങ്ങൾ ഏത് തരത്തിലാണ്? അല്ല, തീർച്ചയായിട്ടും. അതായത് മാരിടൈമുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഒരു ഏറ്റവും ഫാസ്റ്റസ്റ്റായിട്ട് ആൾക്കാരിലേക്ക് നമ്മളൊരു പേപ്പർലെസ് വർക്കിലേക്ക് നമ്മൾ എത്തിപ്പെട്ടു. പത്രമാധ്യമങ്ങളിൽ നിന്നൊക്കെയുള്ള തരത്തിൽ നടത്തുന്ന നമ്മളൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ എത്തിപ്പെട്ടു. പക്ഷേ അതിലൂടെയൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് കേവലം ആർട്ടിക്കിളുകളും അവയർനെസ്സും മാത്രമാണ്. ഇവിടെ നാം ചെയ്യേണ്ടത് എന്താണ്? ഗവൺമെൻറ് തലത്തിലേക്ക്, ഉദ്യോഗ തലത്തിലേക്കും, ലെജിസ്ലേച്ചർ തലത്തിലേക്കും, പാർലമെൻറ്റ് തലത്തിലേക്കും പ്രത്യേക അവയർനെസ് കൊടുക്കുക. യൂണിവേഴ്സിറ്റിയുടെ ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയോ അല്ലെന്നുണ്ടെങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയോ ഗാന്ധി യൂണിവേഴ്സിറ്റി, ഏത് യൂണിവേഴ്സിറ്റി എടുത്താലും ആ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ധാരാളം കോളേജുകളുണ്ട്. അതുപോലെ ധാരാളം നമുക്കല്ലാതെ സ്കൂൾ സെക്ടറുകളിൽ ധാരാളം സ്കൂളുണ്ട്. അവരെ നമ്മൾ ഇപ്പോൾ തന്നെ അവയർനെസ് കൊടുക്കുക, അവരെ നമ്മൾ ഇപ്പോൾ തന്നെ പഠിപ്പിക്കുക. കാരണം അവരാണ് നാളെ ഇതിനെ മാനേജ് ചെയ്യേണ്ടത്. 2047 ഇന്ത്യ ഒരു ഡെവലപ്ഡ് കൺട്രി ആക്കി മാറ്റേണ്ടത് ഇന്ന് സ്കൂളിലും കോളേജിലും പഠിക്കുന്ന യങ്സ്റ്റേഴ്സാണ്. അതിൽ നമ്മൾ ലോജിസ്റ്റിക്സ് പോളിസി കുറച്ചുകൊണ്ട്, നമ്മുടെ കടലുകളെ ഉപയോഗിച്ചുകൊണ്ട്, മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ടേഷനെ ഉപയോഗിച്ചുകൊണ്ട്, പോർട്ടുകളെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ള സപ്ലൈ ചെയിനും ലോകത്തിനാവശ്യമായിട്ടുള്ള സപ്ലൈ ചെയിനും കൊടുത്ത് മുന്നോട്ട് വരാൻ വേണ്ടിയാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം G20 നമ്മൾ ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് എന്നുള്ള ഒരു ലോജിസ്റ്റിക്സ് കോറിഡോർ നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇന്ത്യ 1982 തന്നെ മിനിസ്ട്രി ഓഫ് എർത്തിൻ്റെ കീഴിൽ നമ്മൾ ഈ പറയുന്ന ഓഷ്യനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അന്ന് ഈ പറയുന്ന മന്ത്രാലയം നമ്മളൊക്കെ അന്ന് തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ലക്ഷ്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ഓഷ്യനും ഓഷ്യൻ തരുന്ന റിസോഴ്സുകളും റെസ്പോൺസിബിളായിട്ട് ഉപയോഗിച്ചു നാം ഒരു വികസിത, അത് ഇത്രയും അധികം എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്ന ലോകത്ത് വേറൊരു മേഖലയില്ല. ഇത്രമാത്രം ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ്, ഇൻഡസ്ട്രി, അതും ഇതിൻ്റെ ഒരു പ്രത്യേകത. ഗ്രാമത്തിലെ സാധാരണ ഒരു വീട്ടമ്മ തൊട്ട് നിങ്ങൾക്ക് UN പോകണോ, ലോകത്തിൻ്റെ നെറുകയിൽ പോകാൻ വരെയും നിങ്ങൾക്ക് ഇതുപോലെ അവസരം കിട്ടുന്നത്. നിർഭാഗ്യവശാൽ ഇതും നമ്മുടെ കോളേജുകളിലോ യൂണിവേഴ്സിറ്റികളിലോ ചർച്ചയിലേക്ക് വരുന്നില്ല. പലപ്പോഴും കുട്ടികൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് പ്രീ ഡിഗ്രി +2 ഓർ ഡിഗ്രി കഴിഞ്ഞ ശേഷം ഉടൻ തന്നെ അവരുടെ ധാരണ പബ്ലിക് സർവീസ് ജോലി, അല്ലെ സിവിൽ സർവീസ്, അല്ലെങ്കിൽ വിദേശത്തേക്കല്ലാതെ പോയി കുറച്ച് പഠിക്കുക എന്നുള്ളത് ആണ് പലപ്പോഴും നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു ട്രെൻഡ്. ഒരു മാരിടൈം പഠിക്കുന്ന ഒരാൾക്ക് എത്ര സബ്ജക്റ്റുകളുണ്ട്. നിങ്ങൾക്ക് മാരിടൈം ജിയോഗ്രഫിയെക്കുറിച്ച് പഠിക്കാം, ഓഷ്യാനോഗ്രാഫിയെക്കുറിച്ച് പഠിക്കാം, ഹൈഡ്രോഗ്രാഫിയെക്കുറിച്ച് പഠിക്കാം, എക്സ്പോർട്ട് ഇമ്പോർട്ട്, ഷിപ്പിംഗ്, ലോജിസ്റ്റിക്സ്, സപ്ലൈ ചെയിൻ, കസ്റ്റംസ്, മാരിടൈം ലോ, ആർബിട്രേഷൻ, ജേർണലിസം, ഷിപ്പ് നിർമ്മാണം, ഷിപ്പ് റീസൈക്ലിംഗ്, നാവിഗേഷൻ, മറൈൻ സർവേ, മറൈൻ ഇൻഷുറൻസ്, ഇതിൻ്റെ എല്ലാം ഓപ്പർച്യൂണിറ്റി കിടക്കുന്ന ഒരു കുട്ടി നാവിഗേഷൻ പഠിച്ചിട്ട് പുറത്തേക്ക് വരുമ്പോൾ അയാൾക്കൊരു ജോലി കിട്ടിയാൽ അയാളൊരു ഷിപ്പിൽ പോകുമ്പം ഈ ചെറിയ പ്രായത്തിൽ എത്ര രാജ്യത്താണ് പോകാൻ അവസരം? ഒരു 95% ട്രേഡ് നടക്കുമ്പോൾ ആ ട്രേഡിനകത്തിലേക്ക് വരുന്ന എന്തെല്ലാം സെക്ടേഴ്സുകളുണ്ട്. കസ്റ്റമർ സർവീസ് വേണം, ലോജിസ്ട്രീഷ്യൻ വേണം, എക്സ്പോർട്ട് ഇമ്പോർട്ട് ഡോക്യുമെൻറ്റേഷൻ വേണം, ലോയിൽ വേണം, എന്തെല്ലാം ഓപ്പർച്യൂണിറ്റി. ആ ഓപ്പർച്യൂണിറ്റി അതിൻ്റെ ജൂറിസ്ഡിക്ഷൻ ഇന്ത്യ മാത്രമല്ല, ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുകയാണ്. പറഞ്ഞ മനസ്സിലായിട്ടുള്ളത്. ഈ സൂര്യനും ചന്ദ്രനും ഉദിക്കുന്നത് ഈ ലോകത്തിന് വേണ്ടിയാണല്ലോ. ഇപ്പൊ ട്രാൻസ്പോർട്ടേഷൻ എളുപ്പമായതുകൊണ്ട് നിങ്ങൾക്ക് എവിടെ പോയാലും നിങ്ങൾക്ക് ഇവിടെ വരാം. പിന്നെ ഇന്ത്യയിൽ തന്നെ നിന്നുകൊണ്ട് തന്നെ ഇന്ത്യ ഇപ്പോൾ ഈ മാരിടൈം സെക്ടറിലേക്ക് ഇത്രയും ഡെവലപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ ഇത്രയും അധികം ലോകത്തിന് സപ്ലൈ കൊടുക്കുമെന്ന് പറയുമ്പോൾ നിങ്ങൾ ഇന്ത്യയിൽ നിന്നുകൊണ്ട് ലോകത്തിന് വേണ്ടിയല്ലേ സർവീസ് കൊടുക്കുന്നത്. അപ്പോൾ എത്ര മുന്നോട്ട് നിങ്ങൾക്ക് വരാൻ പറ്റും? തീർച്ചയായിട്ടും. അപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു കടല് പോലെ കിടക്കുകയാണ്, അവസരങ്ങൾ കിടക്കുകയാണ്.
അവസരങ്ങളുടെ ചാകരയാണ്. അപ്പൊ നമുക്ക് ഇത് ഒരു അരമണിക്കൂറിൽ തീർക്കാൻ കഴിയില്ല, കാരണം കടൽ പോലെ ചില വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ഏതായാലും നമ്മുടെ പ്രോഗ്രാമിന്റെ ഒരു സമയം അനുസരിച്ച് നമ്മൾ നിർത്തുകയാണ്. ഏതായാലും അവർ ഓഷൻ, അവർ ഒബ്ലിഗേഷൻ, അവർ ഫ്യൂച്ചർ, അതായത് IMO പറഞ്ഞതുപോലെ അതിലേക്ക് എത്താൻ നമുക്ക് തീർച്ചയായിട്ടും ഒരു നമുക്ക് നമ്മളുടെ മുന്നിലുള്ള സമയത്തെ നമുക്കിപ്പോൾ വിഴിഞ്ഞം വന്നു, എല്ലാ കാര്യവും ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റത്തില്ല. വിഴിഞ്ഞം വന്നു, അത് കഴിഞ്ഞതിന് ശേഷം അതിനു മുമ്പേ വല്ലാർപാടം വന്നു, ഇവിടെ നോൺ മേജർ തുറമുഖങ്ങളുണ്ട്, ടൂറിസം മേഖല വളർന്നുകൊണ്ടിരിക്കുന്നു. സോ നമുക്ക് അവസരങ്ങൾ വരും. അതിന് സമാന്തരമായിട്ട് നമ്മൾ പഠിക്കുകയും കുറച്ചുകൂടെ നമ്മളുടെ ഇടയിലേക്ക് ഇതിന് അവയർനെസ് എത്തുകയും നിങ്ങൾ ജേർണലിസ്റ്റുകൾ കുറച്ചുകൂടെ ഈ കാര്യത്തെ ഒന്ന് ടേക്കപ്പ് ചെയ്യുകയും ചെയ്താൽ ഒരു പക്ഷെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് വളരെ സ്പീഡപ്പ് ആക്കാൻ പറ്റും. ഏതായാലും വളരെയധികം നന്ദി. വേൾഡ് മലയാളി കൗൺസിൽ ബ്ലൂ എക്കോണമി ഫോറം ഗ്ലോബൽ ചെയർമാൻ നാണു വിശ്വനാഥനാണ് ഇത്രയും സമയം നമ്മോട് സംബന്ധിച്ചത്. വളരെയധികം നന്ദി.